This year we started this year with a theme. Amen. ഈ ഒരു വർഷം നാം ഒരു തീം പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. Year of new beginnings, year of new things. Amen. പുതിയ ആരംഭങ്ങളുടെ ഒരു വർഷം. That was the theme. Amen. അതായിരുന്നു നമ്മുടെ ഈ വർഷത്തെ And I've been hearing testimonies about how God has done new things and new beginnings in people's life. Amen. ഓരോ വ്യക്തി ജീവിതത്തിൽ സാക്ഷ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഞാൻ കേൾക്കുവാനിടയായി പുതിയ ആരംഭങ്ങളെക്കുറിച്ച്. Beside all those tangible things that we could see as material blessings. Amen. Material ഭൗതികമായ അനുഗ്രഹത്തിനപ്പുറം, like got new houses, got kids, got jobs, financial breakthroughs, all those things we have seen. Amen. നാം പലവിധമായ ഭൗതിക അനുഗ്രഹങ്ങൾ കണ്ടു. ഭവനം ലഭിച്ചു, കുഞ്ഞുങ്ങളെ ലഭിച്ചു, പുതിയ ജോലികൾ ലഭിച്ചു, അങ്ങനെ അനേക അനുഗ്രഹങ്ങൾ ലഭിച്ചു. So many tangible material things we have seen. Amen. സ്പർശിക്കത്തക്കവണ്ണം അല്ല ഭൗതിക അനുഗ്രഹങ്ങൾ ഒരുപാട് ദൈവം തന്നു. But I am more happy about people's life being transformed and new beginnings have come in their spiritual life. പക്ഷേ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ രൂപാന്തരവും പുതിയ ആത്മീക തുടക്കങ്ങളും കാണുന്നതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. And I have seen that happening in families. ആമേൻ. അത് ചില കുടുംബങ്ങളിൽ ആരംഭിച്ചത് കാണുവാനും ഞാൻ So സന്തോഷിക്കുന്നു. I would like to end this year with the same theme. അതേ തീമോട് കൂടി ഈ വർഷം അവസാനിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. The year of new beginnings, and let's reflect of what God has done and what we should expect from God. ആമേൻ. ദൈവം എന്താണോ ചെയ്തത്, ദൈവത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണമെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. One thing I have seen that if you are still praying on it, ആമേൻ, ഇതിനു വേണ്ടി നിങ്ങൾ ഇപ്പോഴും പ്രാർത്ഥനയിൽ തന്നെയാണെങ്കിൽ it's not going to end with December 31st. ആമേൻ, ഡിസംബർ 31 കൊണ്ട് അത് അവസാനിക്കുന്നുമില്ല. It's continuing. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. God will continue to do the ആമേൻ. things. ദൈവം അത് തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കും. So we took Isaiah 43:18 till 19. ഇതിനു വേണ്ടി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് നാം എടുത്തത്. And these are the verses. ഇതായിരുന്നു ആ വാക്യങ്ങൾ. Do not remember the former things, nor consider the things of the old. Behold, I will do a new thing. Now it shall spring forth. Shall you not know it? I will even make a road in the wilderness and rivers in the desert. Amen. മലയാളത്തിൽ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. Praise God. So this was the verse that we took for. ഈ വാക്യമാണ് നാം ഈ വർഷത്തിന് വേണ്ടി എടുത്തത്. Behold, I will do a new thing. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. This was not just a theme or slogan. ആമേൻ. ഇത് വെറും ഒരു തീമോ വെറും വാചകം മാത്രമല്ല. But this is the character of God. ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ്. God is always in process of doing new things. ദൈവം എപ്പോഴും ചില പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പദ്ധതിയിലാണ്. That reflects God's character. അത് ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. When Isaiah was talking this, യെശയ്യാ പ്രവാചകൻ ഇത് വിളിച്ചു പറയുമ്പോൾ he was not celebrating victory. ആമേൻ. യെശയ്യാ പ്രവാചകൻ ജയം ആഘോഷിക്കുകയല്ലായിരുന്നു. He was not in the midst of great prophets. ആമേൻ. ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിരിക്കുന്ന സമയമല്ലായിരുന്നു. But this was the time Israel was in bondage. ആമേൻ. ഇസ്രായേൽ ജനം അടിമത്തത്തിലായിരിക്കുന്ന സമയമാണ്. Jerusalem temple has been broken. യെരൂശലേം ദേവാലയം തകർക്കപ്പെട്ടു. The people were living in exile. ആമേൻ. ജനം പ്രവാസത്തിലാകുന്നു. And Babylonians were ruling over them. ബാബിലോണിയരാണ് അവരുടെ മീതെ ആധിപത്യമുള്ളത്. There was nothing good among them. ആമേൻ. അവരുടെ നടുവിൽ ഒന്നും നന്മയായി കാണുവാനില്ല. When they see, പക്ഷേ അവർ കണ്ണുകൊണ്ട് they നോക്കുമ്പോൾ could see failure. ആമേൻ. അവർക്ക് തോൽവികൾ കാണാം. They feel shame. അവർക്ക് ലജ്ജ തോന്നും. They were desperate. അവർ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുകയാണ്. They were total depravity. ആമേൻ. സകലതും തീരെ നാശമായിരിക്കുകയാണ്. In that situation, ആ ഒരു നിമിഷത്തിൽ when there is no hope, ഒരു പ്രതീക്ഷയുമില്ലാത്തപ്പോൾ, everything is dark, സകലതും ഇരുണ്ടടഞ്ഞിരിക്കുമ്പോൾ, a tribe, a group of people called Israel that was a great nation is now under the slavery of Babylon. ഒരിക്കൽ ശ്രേഷ്ഠ ജനമായ ഇസ്രായേൽ ജനം ഇതാ ബാബിലോണിന് അടിമത്തമായിരിക്കുകയാണ്. And they are living like slaves. ഇപ്പോൾ അവർ അടിമകളെ പോലെ ജീവിക്കുകയാണ്. In that situation, ആ നിമിഷത്തിൽ God is saying, ദൈവം
വിളിച്ചു whether പറയുകയാണ്. you believe it or നിങ്ങൾ not, വിശ്വസിച്ചാലും whether ഇല്ലെങ്കിലും, you believe it or നിങ്ങൾ not, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, behold, ഇതാ I am going to do a new thing. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. Not because you are seeing new things, ആമേൻ. ഇതാ നിങ്ങൾ പുതിയത് കാണുന്നത് കൊണ്ടല്ല, not because everything is good, എന്തോ നല്ലതായതുകൊണ്ടല്ല, but even when things are desperate, ആമേൻ, സകലതും I മോശമായിരിക്കുമ്പോൾ can still do good things. അതിന്റെ നടുവിൽ ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യും. Can I make this a word to you? ആമേൻ. ഇന്ന് നിങ്ങൾക്കൊരു വചനമായി ഞാൻ പറയട്ടെ. No matter what you see today, നിങ്ങൾ ഇന്ന് എന്തെന്ന് no കാണുവാണെങ്കിലും, matter what you feel today, എന്ത് no അനുഭവിക്കുകയാണെങ്കിലും, matter what you're experiencing today, എന്ത് but അനുഭവിച്ചിരിക്കുകയാണെങ്കിലും, can I speak a word upon your life? പക്ഷേ ഒരു വചനം നിങ്ങളുടെ മീതെ ഞാൻ That കൽപ്പിച്ചാക്കട്ടെ. God is still able to do some new ആമേൻ. beginnings. ചില പുതിയ ആരംഭങ്ങൾ ചെയ്യുവാൻ ഇന്നും ദൈവം I ശക്തനാണ്. remember a story one of the believer in this church told me. ഈ സഭയിലുള്ള ഒരു വിശ്വാസി പറഞ്ഞ ഒരു കഥ ഞാൻ ഓർക്കുന്നു. And that person is sitting right here. ആമേൻ. ഇന്നും ആ വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. I don't want to put the name here, പേര് വെളിപ്പെടുത്തുവാൻ ഞാൻ but ആഗ്രഹിക്കുന്നില്ല. this is what he said. പക്ഷേ ഇപ്രകാരമാണ് ആ വ്യക്തി പറഞ്ഞത്. Pastor, we live in America. പാസ്റ്ററെ, ഞങ്ങൾ അമേരിക്കയിലാണ് I've been ജീവിക്കുന്നത്. living here for such a long time. ഇവിടെ ഒരുപാട് നാളുകളായി ഞാൻ ഇവിടെ താമസിക്കുന്നു. After earning so much of money, ഒരുപാട് ധനം സമ്പാദിച്ചതിനു I was ശേഷം completely broke. ഞാൻ സകലതും തകർച്ചയിലായി. Completely broke. പൂർണ്ണമായി I തകർച്ചയിലായി. lost all my money. ആമേൻ. എന്റെ സകല ധനവും നഷ്ടപ്പെട്ടു. And I lost everything. സകലതും നഷ്ടപ്പെട്ടു. And at the age of 55, 55-ാമത്തെ വയസ്സിൽ, 50 plus years, 50 വയസ്സിന് I കൂടുതലായി, restarted my life. ആമേൻ, എന്റെ ജീവിതം വീണ്ടും I പുനരാരംഭിച്ചു. restarted my life. എന്റെ ജീവിതം വീണ്ടും And പുനരാരംഭിച്ചു. today when I see that person, ആമേൻ. ഇന്ന് ഞാൻ ആ വ്യക്തിയെ കാണുമ്പോൾ, well established, ആമേൻ, നന്നായി established well ആണ്. established, നന്നായി established ആണ്. everything has turned around. ആമേൻ. സകലതും തീർമേൽ മറിഞ്ഞു. Can God do that? ദൈവത്തിന് ഇന്നും അത് ചെയ്യുവാൻ We കഴിയുമോ? feel our time is over. ആമേൻ. നാം വിചാരിക്കുക സമയം കഴിഞ്ഞു പോയെന്ന്. This person who told me this story, ആമേൻ. ഈ കഥ പറഞ്ഞ ഈ വ്യക്തി, I want to take that story as a testimony ആമേൻ, here. ഒരു സാക്ഷ്യമായി എന്നത് വിളിച്ചു This പറയാൻ ഞാൻ at the ആഗ്രഹിക്കുന്നു. age of when he was 50 plus, ആമേൻ. 50 വയസ്സ് കഴിഞ്ഞ നിമിഷത്തിൽ, 55 plus, 55 വയസ്സും കഴിഞ്ഞു. he is saying that, I call unto the Lord. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു എന്ന് പറഞ്ഞു. Trusted Lord. ഞാൻ ആ ദൈവത്തിൽ ആശ്രയിച്ചു. I just trust the Lord. ഞാൻ ആ ദൈവത്തിൽ But മാത്രം God ആശ്രയിച്ചു. made the things change. ആമേൻ. ദൈവം സ്ഥിതികളെ മാറ്റുവാൻ And I want to tell you with that testimony, ആമേൻ. ആ സാക്ഷ്യത്തോടു കൂടി നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ. when God says, behold, I am doing new things, ആമേൻ. ദാ ഞാൻ പുതിയത് ചെയ്യുന്നു എന്ന് ദൈവം it's പറയുമ്പോൾ, not you. ആമേൻ, നാമല്ല, You are not doing the new thing. നാമല്ല പുതിയത് ചെയ്യുന്നത്. Initiative is God's. ആമേൻ. മുൻകൈയെടുക്കുന്നത് ദൈവമാണ്. Can somebody believe that today? എത്ര പേർക്ക് ഇന്നത് വിശ്വസിക്കാൻ In your കഴിയും? life, നിങ്ങളുടെ ജീവിതത്തിൽ, in your situation, നിങ്ങളുടെ സാഹചര്യത്തിൽ, God can take the initiative. ദൈവത്തിന് ഒരു മുൻകൈയെടുക്കാൻ Just you need to കഴിയും. trust God ആ today. ദൈവത്തിൽ മാത്രം ഒന്ന് You need to ആശ്രയിക്കാൻ surrender കഴിയുമോ? God today. സകലതും ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങാൻ കഴിയുമോ? The Christian theology gives us hope. ആമേൻ. ഈ ക്രിസ്തീയ ദൈവശാസ്ത്രം ഹോപ്പ് തരുന്നു. It is not based on your experience. നമ്മുടെ അനുഭവത്തിൽ അടിസ്ഥാനമല്ല. It's not based on your circumstance. നമ്മുടെ സാഹചര്യത്തിന്റെ It's അടിസ്ഥാനവുമല്ല. not based on your old history. ആമേൻ. പഴയ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലുമല്ല. But if you trust God today, പക്ഷേ ഇന്ന് ഈ ദൈവത്തിൽ He's വിശ്വസിക്കുമ്പോൾ, still in the business of doing new ആമേൻ, things. ഇന്നും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് He's still doing the business of new things. ആമേൻ. ഇന്നും പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന Somebody need to praise God today. എത്ര പേർക്ക് ഈ ദൈവത്തെ സ്തുതിക്കാൻ Somebody need to കഴിയും? praise God എത്ര today. പേർക്ക് ഈ ദൈവത്തെ Can I സ്തുതിക്കാൻ prophesy കഴിയും? looking into your ആമേൻ. situation? നിങ്ങളുടെ സാഹചര്യത്തെ നോക്കി ഒന്ന് I don't know what your പ്രവചനം finances are. ആമേൻ. നിങ്ങളുടെ ഫൈനാൻസ് I എങ്ങനെയാണെന്ന് don't know what എനിക്കറിയില്ല. your body situation ആമേൻ. is. നിങ്ങളുടെ ശാരീരിക നിലവാരം I don't know എനിക്കറിയില്ല. what is your emotional നിങ്ങളുടെ situation. മാനസികമായ നിലവാരം I എനിക്കറിയില്ല. don't know what is all around you. നിങ്ങളുടെ ചുറ്റുപാട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. I don't know what you're lingering ആമേൻ. around. നിങ്ങൾ എന്തിനെ പിടിച്ചു നിൽക്കുവാണെന്ന് But I can എനിക്കറിയില്ല. guarantee you one thing. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായി God പറയാം. whom I serve, ഞാൻ സേവിക്കുന്ന ദൈവം, God whom I believe, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, God who gave us this word, ഈ വചനം നൽകി തന്ന ദൈവം, He will not change His ആമേൻ. words. തന്റെ വചനത്തിന് ഒരു മാറ്റവും Looking വരുന്നില്ല. unto you, He says, നിങ്ങളെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, on this day, the last day of this ഈ year, വർഷത്തിന്റെ അവസാനത്തെ I will tell you this. ഞാൻ വിളിച്ചു പറയട്ടെ, God is initiating a new beginning. ദൈവം മുൻകൈയെടുത്ത് ചില പുതിയ God is ആരംഭങ്ങൾ ആരംഭിക്കുന്നു. initiating a new thing. ദൈവം മുൻകൈയെടുത്ത് ചിലത് ആരംഭിക്കുന്നു. To some families, I want to tell ചില you, കുടുംബങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, you feel like, my family situation is bad. ഓ എന്റെ കുടുംബ ജീവിതം എല്ലാം മോശമായിരിക്കുന്നു, My relationship will not be restored. ആമേൻ. എന്റെ ബന്ധങ്ങൾ ഇനിയൊന്നും പുനഃസ്ഥാപിക്കാൻ It is കഴിയില്ല. very tough to restore the relationship. അതിനെ പുനഃസ്ഥാപിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. Can I challenge you? ആമേൻ. നിങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി ഞാൻ വിളിച്ചു പറയട്ടെ, Trust
Jesus. ഈ യേശുവിൽ He's വിശ്വസിക്കാൻ still in കഴിയുമോ? the business of transforming life. ആമേൻ. ഇന്നും ജീവിതങ്ങളെ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. നമ്മുടെ എല്ലാ രൂപത്തെയും ഭാവത്തെയും മാറ്റിമറിക്കുവാനും പുതിയ ജീവൻ നൽകി തരുവാനും ശക്തനായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ തട്ടി ആർത്തുപാടി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാൻ This പറ്റുമോ? God can still transform each and every one of us. Believe it. Give the Lord a mighty shout of He's praise. still in the business of transforming people. ഇന്നും രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ്. You know, when Isaiah was talking about this, ആമേൻ. യെശയ്യാ പ്രവാചകൻ ഇത് he says സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ God is initiating ആമേൻ this. ദൈവമാണ് മുൻകൈ You എടുക്കുന്നത്. know, people were thinking about, oh, we lived in Egypt, ഓ ജനം വിചാരിച്ചു നാം ഈ മിസ്രൈമിലായിരുന്നു. oh, we crossed the Red Sea, ഓ ചെങ്കടൽ കടന്നു. oh, we have seen so many miracles, ഒരുപാട് അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടു. we have seen victories, ജനങ്ങൾ കണ്ടു. and everything was so good. എല്ലാം നല്ലതായിരുന്നു. Those were the days when God was with us. ആമേൻ. ആ ദിവസങ്ങളിലായിരുന്നു ദൈവം നമ്മളോട് Those കൂടെ. were the days God did the miracle. ആമേൻ. ആ ദിവസങ്ങളിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ Those ചെയ്തു. days are over. ആ ദിവസങ്ങൾ തീർന്നുപോയി. Can I talk to you today? പക്ഷേ നിങ്ങളോട് ഞാൻ പറയട്ടെ, God is saying, ദൈവം പറയുന്നു, oh, I am not the God of past alone. ആമേൻ. കഴിഞ്ഞ നാളുകളുടെ ദൈവം I മാത്രമല്ല am ഞാൻ. not the God of history ആമേൻ. alone. ചരിത്രത്തിന്റെ ദൈവം മാത്രമല്ല. Right now I am in the business of doing things. ആമേൻ. ഇന്നും ചില പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. Can I speak to your life today? നിങ്ങളുടെ ജീവിതത്തെ നോക്കി ഞാൻ വിളിച്ചു Based പറയട്ടെ, on these words, ഈ വചനപ്രകാരം God can restore your family. ആമേൻ. നിങ്ങളുടെ കുടുംബ ജീവിതത്തെ പുനഃസ്ഥാപിക്കാൻ God can ദൈവത്തിന് restore കഴിയും. your relationship. നിങ്ങളുടെ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ God can കഴിയും. restore your finances. നിങ്ങളുടെ സമ്പത്തിനെ പുനഃസ്ഥാപിക്കുവാൻ God can കഴിയും. restore your health. നിങ്ങളുടെ ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കാൻ In കഴിയും. Jesus' name, യേശുവിൻ നാമത്തിൽ I speak that to this church. ഞാൻ ഈ സഭയോട് അത് പ്രഖ്യാപിക്കുന്നു. Jesus' name, യേശുവിൻ I നാമത്തിൽ speak to everybody who are sitting there. ആമേൻ. ബാൽക്കണിയിൽ ഇരിക്കുന്നവരോടും In Jesus' name, ആമേൻ. I യേശുവിൻ speak to നാമത്തിൽ everybody who are sitting down ആമേൻ. here. ഇവിടെ ഇരിക്കുന്ന താഴെ ഇരിക്കുന്ന In Jesus' സകലരോടും name, യേശുവിൻ I നാമത്തിൽ speak to everybody who's watching me online. ഓൺലൈനിൽ കൂടെ പ്രേക്ഷകരോടും വിളിച്ചു Let പറയുന്നു, God do the new things in your ദൈവം life. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയത് ചെയ്യട്ടെ. Somebody who receives, say amen. ഏറ്റെടുക്കുന്നവർ ആമേൻ You പറഞ്ഞോട്ടെ. know, God is reminding Isaiah. ആമേൻ. യെശയ്യാവിനെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. Through Isaiah, God is reminding Israel. ആമേൻ. യെശയ്യാവിൽ കൂടി ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തുകയാണ്. Isaiah 43:16 says, ആമേൻ. യെശയ്യാ പ്രവാചകൻ 43:16 who makes a way in the sea ആമേൻ. സമുദ്രത്തിൽ കൂടി വഴിയൊരുക്കുന്നത് ആരാണ്? and path through the mighty waters. ആമേൻ. ജലത്തിൽ കൂടി വഴികൾ ഒരുക്കുന്നത് Who ആരാണ്? makes it? Who makes it? ആരാണ് ഇത് ഉണ്ടാക്കുന്നത്? പണ്ട് ഒരു കാര്യം നടന്നു എന്നും കൊണ്ട് ഇന്ന് നടക്കത്തില്ലെന്നല്ല, പണ്ട് നടത്തിയതിനെക്കാട്ടും ശക്തമായി ഇന്ന് നടത്തുവാൻ എന്റെ ദൈവം ശക്തനത്രേ. Just because it happened in the past, it doesn't mean it will not happen again, but much more greater than what എന്റെ happened in the past, it will happen now. എന്റെ കൂടപ്പറപ്പെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? Amen. My dear brothers and sisters, can you just believe it? അസാധ്യങ്ങളുടെ മധ്യത്തിൽ സാധ്യമാക്കുന്ന In the ദൈവമുണ്ട്. midst of every impossibility, he can make it possible. ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. That God is still alive today. ഈ ദൈവം ഇന്നും He ജീവിക്കുന്നു. is still alive ഒന്ന് today. കരങ്ങൾ ഉയർത്തി സ്തോത്രം Can we ചെയ്തു. just lift up our hands and യേശുവിന്റെ praise God? ഒന്ന് ആർത്ത് പറയാൻ പറയാം. യേശുവിന്റെ നാമത്തിൽ. Come on, in Jesus' name. Can we just say യേശുവിന്റെ it? നാമത്തിൽ. Come on, in Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. ജീവിതങ്ങൾ മാറ്റിമറിയട്ടെ. Amen. Things will change മാറ്റങ്ങൾ around. വരട്ടെ, മാറ്റങ്ങൾ Let വരട്ടെ. changes happen. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Jesus' ചരിത്രങ്ങൾ name. മാറട്ടെ. Amen. Let history change. സൗഖ്യം വ്യാപരിക്കട്ടെ. Let there be healing. അത്ഭുതങ്ങൾ നടക്കട്ടെ. Let wonders happen. അന്ധകാരം മാറട്ടെ. Let darkness be cast Failure out. മാറട്ടെ. Let every chains be gone. Slavery മാറട്ടെ. Let every bondage be gone. യേശുവിന്റെ നാമത്തിൽ In Jesus' ജയം name. ഘോഷിക്കുന്നു. Let the victory be ഒന്നും proclaimed. കണ്ടില്ലെങ്കിലും, Even if you don't see anything. ഒരു കാര്യം കാണുന്നില്ലെങ്കിലും Even if you don't see anything. വിശ്വസിക്കാൻ പറ്റുമോ? Can we just believe it? Can you believe? വിശ്വസിക്കാൻ കഴിയുമോ? Even when I don't see it, ഞാൻ കാണാത്തപ്പോഴും, even when I don't hear ഞാൻ it, കേൾക്കാത്തപ്പോഴും, even when I don't feel ഞാൻ it, അനുഭവിക്കാത്തപ്പോഴും, my God is still working. എന്റെ ദൈവം ഇന്നും My God is പ്രവർത്തിക്കുന്നു. still working. എന്റെ ദൈവം ഇന്നും My God is still പ്രവർത്തിക്കുന്നു. working. എന്റെ ദൈവം ഇന്നും Somebody need to say പ്രവർത്തിക്കുന്നു. amen. എത്ര പേർക്ക് ആമേൻ പറയുവാൻ Somebody need to കഴിയും? say amen. എത്ര പേർക്ക് ആമേൻ പറയുവാൻ And God കഴിയും? is reminding, ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, who made ways in the water. ആമേൻ. വെള്ളത്തിൽ വഴിയൊരുക്കിയതാരാണ്? Romans 9:16 says, റോമാലേഖനം 9:16 പറയുന്നു, it is not of him who wills, nor of him who runs, but of God who shows mercy. ആമേൻ. ഹല്ലേലൂയ. That means it's not about you who runs. ആമേൻ. നാം ഓടുന്നത് നമ്മെ കുറിച്ചല്ല. Oh, it's not about whether you will or not. ആമേൻ. നമുക്ക് തീരുമാനമുണ്ടോ ഇല്ലയോ എന്നല്ല. But God is the one who shows mercy. പക്ഷേ കരുണ കാണിക്കുന്നത് ദൈവമാണ്. ആർക്കും നമ്മോട് വലിയ കടാക്ഷമൊന്നും Even തോന്നിയില്ലെങ്കിലും if nobody shows mercy on us, നമ്മുടെ ദൈവം നമ്മളെ but കൈവിടുകയില്ലെന്ന്. our God will not abandon നിന്റെ us. ദൈവം ജീവിക്കുന്നു. Amen. Our God is still നീയും alive. നിന്റെ ദൈവമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ Amen. If we have a good ആ ദൈവം relationship with
എന്നെ കൈവിടുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. Amen. Know that he has promised he will never forsake സഭക്കാർ us. ചിലപ്പം കൈവിടുമായിരിക്കും. Maybe the church members will forsake പാസ്റ്റർ you. കൈവിടുമായിരിക്കും. Maybe pastor will forsake കുടുംബങ്ങൾ you. കൈവിടുമായിരിക്കും. Maybe your family will പക്ഷെ forsake you. കൈവിടാത്ത ഒരുത്തനുണ്ട്. But there is one who will never forsake ആകാശവും us. ഭൂമിയും മാറിപ്പോയാലും Even if the heaven and earth may അവന്റെ pass വാക്കുകൾ away, but his മാറിപ്പോകുകയില്ല. word will never pass away. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തോത്രം How many ചെയ്തു of you വന്ന് believe that? Can we just അല്പതരം praise കരങ്ങൾ God? തട്ടി ദൈവത്തെ സ്തോത്രം Take a ചെയ്യാം. moment and start praising God. യേശുവിന്റെ നാമത്തിൽ, In Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. It's a miracle that's happening. ആമേൻ. ഒരു അത്ഭുതമാണ് സംഭവിക്കുന്നത്. Amen. Number 2, രണ്ടാമതായി, when new beginnings happens, you should let go the past. ആമേൻ, പുതിയ ആരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ പഴയത് വിട്ടുകളയണം. Go back to the same verses, the initial verse that we took. ആമേൻ, നാം വായിച്ച യെശയ്യാ പ്രവാചകന്റെ ആ വാക്യം നമുക്ക് തിരിച്ചൊന്ന് വായിക്കാം. It begins like this. ഇപ്രകാരമാണ് അത് ആരംഭിക്കുന്നത്. Do not remember the former things, മുമ്പേ ഉള്ളത് നിങ്ങൾ ഓർക്കേണ്ട, nor consider the things of old. ആമേൻ, പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ട. What are the former things? എന്തായിരുന്നു ഈ മുമ്പേ ഉള്ള വസ്തുതകൾ? When you talk about the former things, ആമേൻ, പഴയ വസ്തുതകൾ പറയുമ്പോൾ former things are the sins that led to judgment. ആമേൻ, അവരെ ന്യായവിധിയിലേക്ക് നടത്തിയ പാപമായിരുന്നു. What are the former things that they can remember? ആമേൻ, അവർക്ക് ഓർക്കാൻ കഴിയുന്ന പഴയ കാര്യങ്ങൾ എന്തായിരുന്നു? Shame of ആമേൻ, defeat, ആമേൻ, തോൽവിയുടെ നിന്ദയും ലജ്ജയും, fear of failure, ആമേൻ, തോൽവിയുടെ ഭയം, even nostalgic experience of Egypt. ആമേൻ, മിസ്രൈമിനെ കുറിച്ചുള്ള വലിയ ഓർമ്മകൾ. You know, sometimes it feels like, familiar bondage is better than uncertain freedom. ആമേൻ, നമുക്ക് അറിഞ്ഞുകൂടാത്ത സ്വാതന്ത്ര്യത്തെക്കാട്ടിലും ചിലപ്പോൾ നമുക്ക് നല്ലതായെന്ന് തോന്നുന്നത് അറിഞ്ഞുള്ള ഈ ഒരു അടിമത്തമായിരിക്കും. Let me repeat it again. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയാം. Many times we like familiar bondage than uncertain freedom. ആമേൻ, അറിഞ്ഞുകൂടാത്ത സ്വാതന്ത്ര്യത്തെക്കാട്ടിലും നമുക്ക് അറിയാവുന്ന ഈ ഒരു ബോണ്ടേജ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. We don't enjoy the freedom ആമേൻ, ചിലപ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് because ഇഷ്ടപ്പെടില്ല. we don't know what all things are going to happen. കാരണം ഈ സ്വാതന്ത്ര്യത്തിന് എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. But in bondage we know what are things പക്ഷേ happening. അടിമത്തത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. My pain, ആമേൻ, വേദന, that whip, ആമേൻ, ചാട്ടവാറിന്റെ ഉള്ള അടി, that brick, making brick, ആമേൻ, ചൂള ഇഷ്ടിക ഉണ്ടാക്കുക, making brick out of straw. ആമേൻ, ഇത് വൈക്കോൽ കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കുക. 2 Egyptians standing beside me ആമേൻ, എന്റെ ചുറ്റും 2 മിസ്രൈമിയർ നിൽക്കുന്നു with that whip. ആ ചാട്ടവാറം കൊണ്ട്. Many times I like this. ആമേൻ, പലപ്പോഴും എനിക്ക് അതാണ് ഇഷ്ടം. You know why? എന്തുകൊണ്ടെന്ന് അറിയാമോ? Because in freedom I don't know what all things are going to happen. കാരണം എന്റെ സ്വാതന്ത്ര്യത്തിൽ ഇനി എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. But can you trust God? പക്ഷേ ഇന്ന് ഈ ദൈവത്തിലൊന്ന് ആശ്രയിക്കുവാൻ You have a കഴിയുമോ? great freedom. ആമേൻ, ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. And that's why God is telling Isaiah to tell the people, അതുകൊണ്ടാണ് യെശയ്യാവിൽ കൂടി ദൈവം പറയുന്നത് ജനത്തോട് പറയുക, do not live in your past. ആമേൻ, പഴയ കാര്യങ്ങളിൽ നിങ്ങൾ ജീവിക്കരുത്. Can I speak to this church? ആമേൻ, ഈ സഭയോട് ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ. Anybody who want to see a new thing, ആമേൻ, പുതിയ കാര്യങ്ങൾ കാണുവാൻ ആഗ്രഹമുള്ള ഏവരും, if you want to experience new beginning, ആമേൻ, പുതിയ ആരംഭങ്ങൾ അനുഭവിക്കുവാൻ ആഗ്രഹമുള്ളവർ, as long as you don't let the past go out, ആമേൻ, മുമ്പേ ഉള്ളത് വിട്ടുകളയാത്തോളത്തോളം കാലം, as long as you don't let the past go, ആമേൻ, പണ്ടേ ഉള്ള കാര്യങ്ങൾ വിട്ടുകളയാത്തോളത്തോളം you will never step into new beginnings. ആമേൻ, ഒരിക്കലും പുതിയ ആരംഭത്തിലേക്ക് ചുവടുകൾ വെക്കുവാൻ കഴിയുകയില്ല. Holding on to the same unforgiveness, ആമേൻ, ആ പഴയ ക്ഷമിക്കാൻ പറ്റാത്തതിൽ വിഷയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, holding on to the same bitter experience, ആമേൻ, കയ്പ് നിറഞ്ഞ ആ പഴയ അനുഭവങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, holding on to that broken relationship, ആമേൻ, തകർന്ന പഴയ ആ ബന്ധങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, holding on to that old shame, ആമേൻ, പഴയ ആ നിന്ന മുറുകെ പിടിച്ചുകൊണ്ട്, holding on to that some words that is lingering around. ആമേൻ, പണ്ടെങ്ങോ കേട്ട വാക്കുകൾ വീണ്ടും വീണ്ടും കാതിൽ മുഴങ്ങിക്കൊണ്ട്. Let me tell you, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, as long as you don't let that go, അതൊക്കെ വിട്ടുകളയാത്തിടത്തോളം it is hard, almost impossible, not almost impossible, it is impossible to step into new things. ആമേൻ, വിട്ടുകളയാതെ ഒരിക്കലും നമുക്ക് പുതിയ ആരംഭത്തിലേക്ക് കയറുവാൻ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. Can I ask somebody today? ഇന്ന് ഞാൻ ചിലരോടൊന്ന് ആഹ്വാനം ചെയ്തോട്ടെ. Would you allow Holy Spirit to take that away? ആമേൻ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് അതൊന്ന് എടുത്തു കളയുവാൻ നിങ്ങളൊന്ന് ശ്രമിക്കുമോ? You know, when you don't let it go, ആമേൻ, അത് നിങ്ങൾ വിട്ടുകളയാത്തപ്പോൾ, that was the reason why Israelite one time came to Aaron and said that, can we choose another leader? ആമേൻ, അതുകൊണ്ടാണ് ഒരിക്കൽ ഇസ്രായേൽ മക്കൾ അഹരോന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പുതിയൊരു നേതൃത്വത്തെ തിരഞ്ഞെടുക്കാമോ? Can you give us a new leader who can take us back to Egypt? ആമേൻ, തിരിച്ച് ഞങ്ങളെ മിസ്രൈമിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന ഒരു പുതിയ നേതൃത്വത്തെ തരാൻ പറ്റുമോ? I will tell you this. ഒരു Listen കാര്യം to ഞാൻ this very പറയട്ടെ. carefully. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക.
This is a common character of every human being. ആമേൻ. ഇത് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു പൊതുവായുള്ള സ്വഭാവമാണ്. When new things are coming up, പുതിയ വസ്തുതകൾ വരുമ്പോൾ you will choose a leader who will make you comfortable in holding the old things. ആമേൻ. അവർ പുതിയൊരു നേതൃത്വത്തെ തിരഞ്ഞെടുത്ത് പഴയ കാര്യങ്ങൾ മുറുകെ പിടിക്കുവാൻ വേണ്ടി അവർ തിരിയും. Listen very carefully, I'm speaking prophetically. ആമേൻ. പ്രാവചനിക ശബ്ദത്തിലാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. When God is about to start the new things, ആമേൻ. ദൈവം ചില പുതിയ ആരംഭങ്ങൾക്ക് കുറിച്ചുമ്പോൾ enemy will divert your mind to a leader who will give you flame and fire to hold on to the old one. ആമേൻ. ആ നിമിഷം ശത്രു നമ്മുടെ ദൃഷ്ടിയെ തിരിച്ച് വേറെ ചില നേതൃത്വങ്ങളിലേക്ക് കൊണ്ടുപോകും. അവർ നിങ്ങളെ തീയും കനലുമിട്ട് പഴയ ചില സുഖങ്ങളിലേക്ക് കൊണ്ടുപോകും. Have you ever experienced? ആമേൻ. നിങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ടോ? You will never like a leader who will challenge you to go forward. ആമേൻ. ഒരിക്കലും പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്ന വെല്ലുവിളിക്കുന്ന ഒരു നേതൃത്വത്തെ ഇഷ്ടപ്പെടത്തില്ല. You will always love a leader who will keep you comfortable in the state that you are. ആമേൻ. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങളുടെ സുഖത്തിൽ ഇരുത്തുന്ന ഒരു നേതൃത്വത്തെ ആയിരിക്കും നിങ്ങൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. But God's leadership is not like പക്ഷേ that. ദൈവിക നേതൃത്വം അപ്രകാരമല്ല. God's leadership will challenge you. ആമേൻ. ദൈവിക നേതൃത്വം നിങ്ങളെ നിർബന്ധിക്കുവാനിടയാകും. Will ask you to go forward. ആമേൻ. മുമ്പോട്ട് ചലിക്കുവാൻ നിങ്ങളെ നിർബന്ധിക്കും. Shake your comfortable nest. നിങ്ങളുടെ സുഖ സൗകര്യങ്ങളെയൊക്കെ ഒന്ന് ചലിപ്പിക്കുവാനിടയാകും. Will discomfort you. ആമേൻ. ചില അസുഖങ്ങളൊക്കെ വരും. And when it discomforts you, അപ്രകാരം ഡിസ്കംഫോർട്ട് വരുമ്പോൾ I will let you, I want to tell you, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിളിച്ചു it പറയട്ടെ. is not to destroy അത് you. നിങ്ങളെ തകർക്കുവാനല്ല. It is not to destroy അത് you. നിങ്ങളെ തകർക്കുവാനല്ല. You have more potential. നിങ്ങളുടെ ഉള്ളിൽ അതിലും വലിയ You ശക്തിയുണ്ട്. have more things to do. അവൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും And ചെയ്യുവാനുണ്ട്. that's why God is challenging you. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ നിർബന്ധിക്കുന്നത്. കൂടുകളെ ഇളക്കുന്നത് തകർക്കാനല്ല. God is not shaking up your nest to destroy you. ദൈവം പോലും നമ്മുടെ കൂടുകളെ ഇളക്കും. I mean, even God will shake up our nest. എന്താണെന്നറിയാമോ? Do you know why? ദൈവത്തിന് വലിയ പ്രതീക്ഷകളുണ്ട് Because നിന്നോട്. God has greater expectation out ഒന്ന് of you. വിശ്വസിക്കാൻ പറ്റുമോ? Can we just believe it? ഒന്ന് വിശ്വസിക്കാൻ Can we just പറ്റുമോ? believe it? Ready to leave the old? ആമേൻ. പഴയതൊക്കെ വിട്ടുകളയുവാൻ Are you ready to തയ്യാറാണോ? leave the old? പഴയത് വിട്ടുകളയുവാൻ Can തയ്യാറാണോ? we go forward? മുമ്പോട്ടൊന്ന് പോകുവാൻ തയ്യാറാണോ? How many of you can say yes, Lord? എത്ര പേർക്ക് അതിനെ ഹൂവ് എന്ന് Can I പറയുവാൻ see some കഴിയും? hands over ചില here? കരങ്ങൾ ഒന്ന് കാണുവാൻ കഴിയുമോ? Hey, brothers and sisters, പ്രിയ ദൈവമക്കളെ, friends and families, ആമേൻ. സുഹൃത്തുക്കളെ, കുടുംബങ്ങളെ, can I challenge you ഞാൻ this? നിങ്ങളെ ഒന്ന് നിർബന്ധിക്കട്ടെ. 2025 might have come with so many bitter ആമേൻ. experiences. ഈ കഴിഞ്ഞു പോയ വർഷം ഒരുപാട് വേദനയും ഉള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. Some relationships might have broken. ആമേൻ. ചില ബന്ധങ്ങൾ തകർന്നു പോയേക്കാം. You might have heard some bad words. ആമേൻ. ചില മോശപ്പെട്ട വാക്കുകൾ കേട്ടിട്ടുണ്ടായിരിക്കാം. But do not cross over to 2026 with this garbage. പക്ഷെ പുതുവർഷത്തേക്ക് ഈ പഴയ ഗാർബേജും കൊണ്ട് നിങ്ങൾ കടന്നു പോകരുത്. Can we leave it to 2025? ആമേൻ. ഈ വർഷത്തിൽ അതൊന്ന് വിട്ടുകളയാൻ കഴിയുമോ? Step up into 2026. ആമേൻ. പുതുവർഷത്തേക്ക് ഒന്ന് കയറി നിൽക്കുക. Taking a new decision. ആമേൻ. പുതിയ തീരുമാനത്തോടുകൂടെ Forgetting the old. ആമേൻ. പഴയതും പണ്ടേയുള്ളതും Letting go the former things. ആമേൻ. മുമ്പേ ഉള്ളതൊക്കെ I വിട്ടുകളഞ്ഞ് step into new things. ആമേൻ. പുതിയതിലേക്ക് How many of you കടക്കുക. say amen എത്ര to പേര് this? അതിനെ ആമേൻ എന്ന് പറയും? ഒന്ന് ധൈര്യമായിട്ട് കരങ്ങൾ ഉയർത്തി ആമേൻ പറയാൻ പറ്റുമോ? Boldness, can we just say amen? ചില കുടുംബ ബന്ധങ്ങൾ ഒന്ന് മാറട്ടെ. Amen. Let certain family ചില relationships നന്നായി be വരട്ടെ, renewed. നന്നായി വരട്ടെ ഒന്ന്. Amen. Certain things let it be സഹോദരി renewed. സഹോദരന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ ഒന്ന് ശരിയാകട്ടെ Let ഒന്ന്. brothers and sisters have a good bonding. ഒന്ന് സ്തോത്രം ചെയ്ത് ഒന്ന്. Amen. Can we just praise ഭാര്യ God? ഭർത്താവ് റിലേഷൻഷിപ്പ് ഒന്ന് മാറട്ടെ. Let husband-wife relationship become better. മക്കളും അപ്പന്മാരുടെയും റിലേഷൻഷിപ്പ് ഒന്ന് Let ശരിയായി kids വരട്ടെ. and parents have a good relationship. ഒന്ന് സ്തോത്രം ചെയ്യാവുന്ന. Can we just praise Come on God? everybody, can I get a good amen? Amen. നല്ലൊരു ആമേൻ കേൾക്കാമോ? Number 3. മൂന്നാമത്തെ വസ്തുത, New beginnings often begins in the wilderness. ആമേൻ. പലപ്പോഴും മരുഭൂമിയിലാണ് പുതിയ ആരംഭങ്ങൾ ആരംഭിക്കുന്നത്. You know, I want to let you know this. ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. See that the next verse. ആമേൻ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. I will even make a road in the wilderness and rivers in the desert. ആമേൻ. ഞാൻ മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. So if you know the context of this verse, ആമേൻ. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം നിങ്ങൾ അറിയുമെങ്കിൽ, Israel is in Babylon. ആമേൻ, ഇസ്രായേൽ ജനം ബാബിലോണിലാണ്. And God is saying, hey, I will give you a new beginning. ആമേൻ. ദൈവം പറയുകയാണ്, ഞാൻ പുതിയ ആരംഭം തരും. And people are asking, what kind of new beginning? ആമേൻ. ജനം ചോദിക്കുകയാണ്, എന്താണ് ഈ പുതിയ ആരംഭം? We are in Babylon. ഞങ്ങൾ ബാബിലോണിലല്ലയോ? We have kings who are cruel. ആമേൻ. ക്രൂരമായ രാജാക്കന്മാരുണ്ട്. We have nothing here. ആമേൻ. ഇവിടെ ഞങ്ങൾക്ക് ഒന്നുമില്ല. And what are we going to do back in Jerusalem? ആമേൻ. യെരൂശലേമിൽ ഇനി എന്താണ് ഞങ്ങൾ ചെയ്യാനുള്ളത്? Temple is broken. ആമേൻ. ദേവാലയം തകർക്കപ്പെട്ടു. Everything is in ruins. സകലതും നഷ്ടത്തിലാണ്. How can even we go? ആമേൻ. എങ്ങനെ ഞങ്ങൾക്ക് മടങ്ങി തന്നെ പോകാം?
from Babylon to Jerusalem is all mountains. ആമേൻ. ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് പർവ്വതങ്ങളാണ്. It's all wilderness. ആമേൻ. അത് നിർജ്ജന It's all പ്രദേശമാണ്. desert. ആമേൻ. നിർജ്ജന മരുഭൂമിയാണ്. How can we go back? ഇനി എങ്ങനെ ഞങ്ങൾക്ക് മടങ്ങി പോകാൻ God കഴിയും? is saying, ദൈവം പറയുകയാണ്, it's not how much mountain they have. ആമേൻ, എത്ര പർവ്വതങ്ങൾ ഉണ്ടെന്നല്ല. It's not how many wilderness you're counting. ആമേൻ, എത്ര നിർജ്ജന പ്രദേശം നിങ്ങൾ It's not എണ്ണിക്കൂട്ടുന്നല്ല. even about desert. ആമേൻ, ഈ മരുഭൂമി എന്നല്ല. Don't you know that? പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായോ? When I do the beginnings, ആമേൻ, ഞാൻ ആരംഭിക്കുമ്പോൾ I make road in the wilderness. ആമേൻ, ഈ മരുഭൂമിയിൽ ഞാൻ വഴികൾ You ഒരുക്കും. say there is no road to go back. ആമേൻ, ഇനി മടങ്ങി പോകാൻ വഴിയില്ലെന്ന് നിങ്ങൾ There is പറയും. no way to go back. ഇനി തിരിച്ചു പോകാൻ ഒരു My God വഴിയുമില്ല. says to you, പക്ഷെ ദൈവം പറയുന്നു, looking into you, നിങ്ങളെ നോക്കി തന്നെ. looking into everybody, ആമേൻ, സകലരെ my നോക്കിക്കൊണ്ട് God says, എന്റെ ദൈവം വിളിച്ചു പറയുന്നു, I still have roads. ആമേൻ, എനിക്ക് എന്നും You വഴികളുണ്ട്. don't see the road. നിങ്ങൾ കാണുന്നില്ല. You don't see the way. നിങ്ങൾ വഴികൾ But കാണുന്നില്ല. I can make a way in the wilderness. പക്ഷേ നിർജ്ജന പ്രദേശത്ത് ഞാൻ വഴികൾ I can ഉണ്ടാക്കും. make way in the desert. ആമേൻ, നിർജ്ജന പ്രദേശത്ത് ഞാൻ വഴികൾ ഉണ്ടാക്കും. You say, who will give us water? ആമേൻ, ആര് ഞങ്ങൾക്ക് വെള്ളം തരും നിങ്ങൾ Once പറയും. there was Moses. ആമേൻ, പക്ഷേ ദൈവം ഒരിക്കൽ Once മോശയുണ്ടായിരുന്നു. there was Moses. ആമേൻ, ഒരിക്കൽ മോശയുണ്ടായിരുന്നു. He gave us water. ഞങ്ങൾക്ക് മോശ വെള്ളം തന്നു. Once there was Moses. ആമേൻ, ഒരിക്കൽ മോശയുണ്ടായിരുന്നു. He gave us manna. ആമേൻ, ഞങ്ങൾക്ക് മന്ന നൽകി തന്നു. Now we don't have Moses. ഇപ്പൊ ഞങ്ങൾക്ക് മോശയില്ല. We don't have Joshua. ഞങ്ങൾക്ക് ഇപ്പോ We ജോഷുവയില്ല. have never seen a miracle in years. ആമേൻ, വർഷങ്ങളായി ഞങ്ങൾ ഒരു അത്ഭുതം പോലും കണ്ടിട്ടില്ല. 70 years in wilderness. ആമേൻ, മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് 70 വർഷക്കാലം. 70 years in Babylon. ആമേൻ, ബാബിലോണിലായിട്ട് 70 We have not വർഷമായി seen a single miracle. ഒരു അത്ഭുതം പോലും കണ്ടിട്ടില്ല. But God says, പക്ഷേ ദൈവം വിളിച്ചു it's പറയുന്നു, not about what you saw. ആമേൻ, എന്ത് കണ്ടു എന്നല്ല. I am still in the business. ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്ന I am ദൈവമാണ്. still in the business. ആമേൻ, ഇന്നും പ്രവർത്തിക്കുന്ന Can I ദൈവമാണ്. speak to you today? നിങ്ങളോട് ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ. Can I speak to you ആമേൻ, today? നിങ്ങളോട് വിളിച്ചു My പറയട്ടെ. God can make roads. ആമേൻ, എന്റെ ദൈവത്തിന് വഴികൾ ഒരുക്കാം. You say, no way. നമ്മൾ പറയും ഒരു രീതിയിലും No പറ്റില്ല. way. ഒരു വഴിയുമില്ല. My God says, ആമേൻ, എന്റെ ദൈവം പറയുന്നു, I have ways on the water. ആമേൻ, വെള്ളത്തിൽ കൂടി I have വഴികളുണ്ട്. ways on the on the mountain. ആമേൻ, പർവ്വതം മീതെ എനിക്ക് I have വഴിയുണ്ട്. ways in the ആമേൻ, desert. നിർജ്ജന പ്രദേശത്ത് എനിക്ക് You വഴിയുണ്ട്. have not seen it, നിങ്ങളത് കണ്ടിട്ടില്ല. but I have seen it for പക്ഷേ you. ഞാൻ നിങ്ങൾക്ക് മുമ്പായി വിശ്വസിക്കാൻ കണ്ടിട്ടുണ്ട്. പറ്റുമോ എന്ന്? Can we just believe it? വഴിയില്ലാത്തടത്ത് വഴി ഒഴുക്കാൻ കഴിവുള്ള ഒരു സ്വർഗം ഇന്ന് ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമക്കൾ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ If പറ്റുമോ? you can believe that there is a heaven that can make ways where there is no way, can we just worship him? അത്ഭുതങ്ങളുടെ വഴി അടഞ്ഞിട്ടില്ല. I mean, the ways of miracles have not been shut. അടയാളങ്ങളുടെ വഴി അടഞ്ഞിട്ടില്ല. The ways of signs and wonders have not been shut. ദുഷ്ടൻ എത്ര മതിലുകൾ No ഉയർത്തിയാലും, matter how big the enemy builds his എരിയോ wall, മതിൽ എത്ര ഉയർന്നാലും, no matter how big the Jericho walls മതിലുകളെ are, ഇടിച്ചിറക്കി amen, to bring down the walls of വെള്ളത്തിൻ Jericho, മീതെ to walk over the waters, ചെങ്കടൽ പിളർന്ന് to split the Red Sea, യോർദാൻ പിളർന്ന് to split Jordan, അസാധ്യങ്ങളെ to സാധ്യമാക്കുന്ന make the impossible possible. ഒരു ദൈവം ഇന്നും Oh, ജീവിക്കുന്നുണ്ട്. there is a God that is still നിന്റെ alive. ലൈഫിന്റെ ഇരുട്ടുകളെ മാറ്റുവാൻ എന്റെ To ദൈവം take ശക്തനാ. away the darkness of your life. ചില കുടുംബങ്ങളുടെ ഇരുട്ട് മാറ്റുവാൻ എന്റെ ദൈവം I mean, ശക്തനാ. my God is able to take away ചില darkness of your life. ഓർഗൻസിനെ ഹീൽ ചെയ്യുവാൻ എന്റെ ദൈവം ശക്തൻ. My God is able to heal your organs. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ എന്റെ ദൈവം ശക്തൻ. To make impossible possible, my God is able. നിന്റെ ബാങ്കിനെ തിരിച്ചു കൊണ്ടുവരാൻ എന്റെ ദൈവം ശക്തനാ. My God is able to bring back your bank. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തോത്രം ചെയ്യാൻ Can പറ്റുമോ? you just worship this God this morning? കണ്ണുനീർ തൂകുന്ന ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പരിഹാരം ഇറങ്ങുന്നു എന്ന് ആത്മനിറവിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നവർ ദൈവത്തെ സ്തോത്രം ചെയ്തു. I mean, if you can believe over the issues that you're shedding tears, that God can bring about a change. നിനക്ക് പരിഹരിക്കാൻ പറ്റാത്തത് എന്റെ ദൈവം പരിഹരിക്കുന്നു എന്ന് ആത്മാവിൽ പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തോത്രം The ചെയ്യാം. things that you cannot resolve, if God can bring about a change, how many of you can believe it? Thank you, Lord, for your doing it, O Lord. Thank you, Lord, for your doing it, O Lord. I see miracles. I see chains being broken down. I see God moving among us. I see God doing the things. Impossibles have become possible because our God is a God of miracles. He is a way maker. He is a miracle worker. Come on, church, come on, be ready. Hallelujah.
സഹായക്കാരനാണോ? is a way maker. ആമേൻ. വഴിയൊരുക്കുന്ന He ദൈവം. is a miracle worker. അത്ഭുതങ്ങൾ ചെയ്യുന്ന He can ദൈവം. do great things. വലിയവ ചെയ്യുവാൻ He കഴിയും. can do great things. വലിയവ ചെയ്യുവാൻ He കഴിയും. is changing the things. ആമേൻ. സാഹചര്യങ്ങളെ Would you allow? മാറ്റുകയാണ്. Would you allow? Would you allow? ആമേൻ. ഒന്ന് അനുവദിച്ചു Would you കൊടുക്കാമോ? allow? He can ഒന്ന് change your അനുവദിച്ചു mind. കൊടുക്കാമോ? He can change your mind. നമ്മുടെ മനസ്സുകളെ He മാറ്റുവാൻ can കഴിയും. change your body. നമ്മുടെ ശരീരത്തെ മാറ്റുവാൻ He can കഴിയും. change your heart. നമ്മുടെ ഹൃദയത്തെ He മാറ്റുവാൻ can കഴിയും. change the minds. ആമേൻ. മനസ്സിനെ മാറ്റുവാൻ Somebody കഴിയും. need to believe that today. എത്ര പേർക്ക് ഇന്നത് വിശ്വസിക്കാൻ He കഴിയും? is in the business of ആമേൻ. changing. ഇന്നും മാറ്റങ്ങൾ He വരുത്തുന്ന is ദൈവമാണ്. making something new. പുതിയതൊന്ന് ചെയ്യുന്നു. ഒരു വീട് പുതിയത് കിട്ടുന്ന അല്ല അത്ഭുതം. Amen. It is not a miracle that you receive a big അത് house. നന്മയാത്രേ. ദൈവ സ്തോത്രം Amen. ചെയ്യാം. That is a goodness. You need to ഒരു praise God. കുഞ്ഞിനെ കിട്ടുന്ന മിറക്കിൾ അപ്പച്ചൽ അതിനെക്കാട്ടും വലിയൊരു കാര്യമുണ്ട്. Amen. Receiving a child is a miracle, but something greater than that. നിന്നെ ആകുവോളം മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. Amen. A God who can totally transform you. ഇന്ന് ആ ദൈവം ഇവിടെ ജീവിക്കുന്നുണ്ട്. And that God is still alive today. അവസ്ഥകൾക്ക് മാറ്റം തരുവാൻ, Amen. To change your situation. ജീവിതത്തിൽ മാറ്റം തരുവാൻ, To change your life. പുതിയ കാര്യം ആരംഭിക്കുവാൻ Amen. To start new things in ഈ your life. ദൈവം ഇന്നും ജീവിക്കുന്നു. Even today, my God is able. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി Amen. If സ്തോത്രം you ചെയ്യാം. believe it, once again, can you lift up your hands and praise Him? Number 4. നാലാമതായി, Remember that ആമേൻ, ഓർക്കുക, God's new beginning is always gradual. ആമേൻ, ദൈവത്തിന്റെ പുതിയ ആരംഭങ്ങൾ അത് പതുക്കെയാണ് It's വരുന്നത്. always gradual. ആമേൻ, അത് പയ്യെ സംഭവിക്കുന്നതാണ്. That's why the next verse says, അതുകൊണ്ടാണ് അടുത്ത വാക്യം ഇപ്രകാരം വായിക്കുന്നത്. now it shall spring forth. What's that in Malayalam? Now, same verse. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, Uh-huh. അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ What is that? അത് ഇപ്പോൾ ഉത്ഭവിക്കും. Right. Amen. Amen. Now it shall spring forth. It springs. ആമേൻ, അത് ഉത്ഭവിച്ചു വരുന്നതാണ്. Listen very clearly, biblical theology about it. ആമേൻ, ഇതിനെക്കുറിച്ച് ദൈവശാസ്ത്രം എന്താണ് പറയുന്നത് When ശ്രദ്ധിക്കുക. God does things, ദൈവം ചിലത് ചെയ്യുമ്പോൾ it's not just instant. ആമേൻ, അത് പെട്ടെന്നുള്ള സംഭവമല്ല. It can be gradual. ആമേൻ, അത് പയ്യെ തുടർന്ന് നടക്കുന്നതായിരിക്കും. You know, when God was planning this restoration, ആമേൻ, ഈ പുനഃസ്ഥാപനം ദൈവം പദ്ധതി ഒരുക്കിയപ്പോൾ now Israel has to go from Babylon to Jerusalem. ആമേൻ, ഇസ്രായേൽ ജനം ബാബിലോണിൽ നിന്ന് യെരൂശലേമിലേക്ക് പോകണം. New things has to happen. പുതിയ വസ്തുതകൾ നടക്കണം. How does that happen? ആമേൻ, എങ്ങനെ അത് സംഭവിക്കും? Cyrus issued a decree. ആമേൻ, കോരേശ് ഇപ്രകാരം ഒരു പ്രഖ്യാപനം ചെയ്തു. Do you think when King Cyrus issued the decree that Jews can go back, they all left? ആമേൻ, നിങ്ങൾ തോന്നുന്നുണ്ടോ കോരേശ് യഹൂദന്മാർക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാരെല്ലാം പോയെന്ന്? A good number of Jews said, ആമേൻ, നല്ലൊരു കൂട്ടം യഹൂദന്മാർ പറഞ്ഞു, we don't want to go. ആമേൻ, ഞങ്ങൾക്ക് പോകണ്ട, We don't want to go. ഞങ്ങൾക്ക് പോകണ്ട, We are comfortable here. ആമേൻ, ഇവിടെ ഞങ്ങൾക്ക് സ്വസ്ഥമാണ്. There were only few people. ആമേൻ, ചുരുക്കം ചിലവരെ A മാത്രം, very few remnant ആമേൻ, വളരെ ചുരുക്കം ഒരു who കൂട്ടം believed മാത്രം the Lord ദൈവത്തിൽ വിശ്വസിച്ച് and walked. അവര് നടക്കുവാൻ തുടങ്ങി. They went there അവർ മടങ്ങിപ്പോയി. and they started building the walls. ആമേൻ, അവരവിടെ ചെന്ന് മതിലുകൾ പണിയുവാൻ തുടങ്ങി. They started rebuilding the temple. ആമേൻ, അവരവിടെ ചെന്ന് ദേവാലയം പണിയുവാനിടയായി. And after a few more years, അല്പം വർഷങ്ങൾക്ക് ശേഷം second group of small group went over ആമേൻ, there. രണ്ടാമത്തെ ഒരു ചെറിയ കൂട്ടം ജനം പോകുവാനിടയായി. അവർക്ക് അപ്പോഴാ ബോധം വന്നേ. ആമേൻ, that is when they got into the realization, ആദ്യമേ പോകണ്ടിയായിരുന്നു. oh, we should have gone in the first batch, എന്തായാലും നമുക്കൊന്ന് പോകാം. but yet we can still go now. ഇഞ്ചി കഴിച്ച കൊരങ്ങനെ പോലെ ഇവരിങ്ങനെ പോകുന്നുണ്ട്. ആകെ പാടെ കാരണം ഇവർക്ക് ആദ്യം പോകണ്ടിയായിരുന്നേ. They should have gone in the first അവിടെ batch. നോക്കി പണി തുടങ്ങി. എന്നാലും നമുക്കൊന്ന് പോകാൻ തോന്നിയപ്പോൾ Now when they saw that the work is progressing, they think, okay, now we can go. അങ്ങനെ പോയി പിന്നെ അവിടെ ഭയങ്കര പണിയൊക്കെ തുടങ്ങുന്നു. And when they started doing much more greater things, Then after few more years, ആമേൻ, പിന്നെ അല്പ വർഷങ്ങൾക്ക് ശേഷം the third group went. ആമേൻ, മൂന്നാമത്തെ കൂട്ടർ പോകുന്നു. അവർക്ക് പർദ്ദ ഇട്ടിട്ടാ പോയത്. ആമേൻ, they wore something to cover their face and went, കാരണം അവർക്ക് നാണക്കേടായി പോയി. ആദ്യം പോകണ്ടിയായിരുന്നല്ലോ. because they should have gone in the first batch. And it is always like that. ആമേൻ, എപ്പോഴും അങ്ങനെയായിരിക്കും. When God gives a promise, ദൈവം ഒരു വാഗ്ദത്തം തരുമ്പോൾ jump and hold on to that. ആമേൻ, ചാടി അത് പിടിക്കുക. Jump and hold on to ചാടി that. അതിനെ പുറകെ പിടിക്കുക. Believe God. വിശ്വസിക്കുക ദൈവത്തെ. Even though King Cyrus is giving the decree, ആമേൻ, കോരേശ് തന്നെ ഈ പ്രഖ്യാപനം വിളംബരം ചെയ്യുമ്പോൾ, but a child of God can understand and see God in every situation. ഓരോ സാഹചര്യത്തിലും ഒരു ദൈവ പൈതലിന് ദൈവത്തെ തിരിച്ചറിയാൻ കഴിയും. Can I speak to your life? നിങ്ങളുടെ ജീവിതത്തിലൂടെ ഞാൻ സംസാരിക്കട്ടെ. Discern what God says. ദൈവം എന്താ പറയുന്നത് തിരിച്ചറിയുക. Brother and sister, ആമേൻ, പ്രിയ ദൈവമക്കളെ, you have some great news for you in the days to come. ആമേൻ, വരും ദിവസങ്ങളിൽ വലിയ പുതിയ വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നതാണ്. God's plans are still there. ആമേൻ, ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും ഉണ്ട്. He has not
shut down his plans. ആമേൻ ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം അടച്ചു വെച്ചിട്ടില്ല. His plans are still there. ഇന്നും ദൈവത്തിന്റെ പദ്ധതികളുണ്ട്. He can change your life. ആമേൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാം. He can still do miracles. വലിയ അത്ഭുതങ്ങൾ ചെയ്യാം. There is a new beginning in your life. നിങ്ങളുടെ ജീവിതത്തിലും ഒരു പുതിയ ആരംഭമുണ്ട്. It will come naturally, slowly. ആമേൻ അത് ക്രമേണയായിരിക്കും വരുന്നത്. You know, when God gives a slow desire to pray. ആമേൻ പ്രാർത്ഥിക്കുവാൻ Listen this. ചെറിയൊരു ആഗ്രഹം ദൈവം തരുമ്പോൾ, When after hearing a message, ഒരു സന്ദേശം കേട്ടിട്ട്, when you are in this meeting, ആമേൻ ഈ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ God will give you a small inspiration. ആമേൻ ഒരു ചെറിയ പ്രചോദനം ദൈവം തരും. I need to pray for. ഒന്ന് പ്രാർത്ഥിക്കണം. Hold on to that one small inspiration. ആമേൻ ആ ഒരു ആഗ്രഹത്തെ പ്രചോദനത്തെ ഒന്ന് മുറുകെ പിടിക്കുക. When you sit here, ആമേൻ ഇവിടെ ഇരിക്കുമ്പോൾ you will get a small inspiration. Man, I need to read the word. ആമേൻ വചനം വായിക്കണം എന്ന് ഒരു പ്രചോദനം That is ലഭിക്കും. just a small inspiration. അതൊരു ചെറിയ പ്രചോദനം മാത്രമാണ്. Hold on to it. പക്ഷേ അതിനെ മുറുകെ പിടിക്കുക. As soon as you walk out of the door, ആമേൻ ഈ വാതിൽ വിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയാൽ, there are ravens waiting for you. ആമേൻ അവിടെ കഴുകന്മാരുണ്ട് നിങ്ങളെ കാത്തിരുന്ന്. Ravens are there. നിങ്ങളെ കാത്തിരിക്കുന്ന കഴുകന്മാരുണ്ട്. That will take away everything that you felt. ആമേൻ നിങ്ങൾക്ക് തോന്നിയത് പ്രചോദനം ലഭിച്ചതെല്ലാം എടുത്തുകൊണ്ട് പോകും. There are ravens sitting here too. ആമേൻ ഇവിടെയും കഴുകന്മാരിപ്പുണ്ട്. അകത്ത് ഇവിടെ ഇപ്പം ഭയങ്കര വിശ്വാസിയാ. ആമേൻ inside you are a big believer. പുറത്തിറങ്ങുമ്പോൾ ravens ആകും. ആമേൻ when they step out they will become like അവരും ഇത് eagles. പറിച്ചുകൊണ്ട് പോകും. ആമേൻ they would pick it up. That one small feeble voice that you hear, ആമേൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു മൃദു ശബ്ദം, hold on to it. അതിനെ മുറുകെ പിടിക്കുക. That will take you to victory. അത് നിങ്ങളെ ജയത്തിലേക്ക് നടത്തും. That is a small beginning. ആമേൻ അതൊരു ചെറിയ ആരംഭമാണ്. You know, give water to that. ആമേൻ അതിന് വെള്ളം ഒഴിക്കുക. Give fire to അതിന് that. അല്പം തീ കൊടുക്കുക. Give more of diligence to ആമേൻ that. അതിന് അല്പം തീരുമാനങ്ങൾ That താല്പര്യങ്ങൾ small കൊടുക്കുക. thing will grow. ആ ചെറുത് ക്രമേണ വളർന്നു വരും. Within a month you will see ഒരു the change. മാസം കൊണ്ട് ചില മാറ്റങ്ങൾ വരും. Within 2 months you will see more change. 2 മാസം കൊണ്ട് അതിലും വലിയ And മാറ്റങ്ങൾ very വരും. soon you will be a changed person. ആമേൻ നിങ്ങൾ അധികം താമസിക്കാതെ ഒരു പൂർണ്ണമായ രൂപാന്തരപ്പെട്ട It വ്യക്തി. always begins with small ആമേൻ things. എപ്പോഴും ചെറിയ ആരംഭത്തിലാണ് ആരംഭിക്കുന്നത്. Zechariah 4:10 ആമേൻ says, സക്കറിയ പ്രവാചകന്റെ പുസ്തകം 4:10 do not despise the day of small ആമേൻ things. ചെറിയ ആരംഭങ്ങളെ നിങ്ങൾ തുച്ഛീകരിക്കരുത്. And the fifth one, the last one. ആമേൻ അഞ്ചാമത്തെയും അവസാനത്തെയും വസ്തുത, Always remember the new beginning is founded in Christ. എപ്പോഴും ഓർക്കുക പുതിയ ആരംഭങ്ങൾ ക്രിസ്തുവിൽ It അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. is always rooted in Christ. അതെപ്പോഴും ക്രിസ്തുവിൽ വേരൂന്നിയിരിക്കുന്നു. I'm coming from Old Testament to New ഞാൻ Testament. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കാണ് വരുന്നത്. How God changes our life. എപ്രകാരമാണ് ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്. 2 Corinthians 5:17 says, 2 കൊരിന്ത്യർ 5:17 we വായിക്കുന്നു. all know about this verse. ഈ വാക്യം നമുക്ക് നന്നായി Can we അറിയാം. speak it loud? ആമേൻ നമുക്ക് ഉച്ചത്തിൽ പറയാമോ? Therefore, if anyone is in Christ, he is a new creation. All things have passed away. Behold, all things have become new. Amen. 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 God is a God of new things. ദൈവം പുതിയ ആരംഭങ്ങളുടെ ദൈവമാണ്. Today he does the new things through Christ. ആമേൻ ഇന്ന് പുതിയ ആരംഭങ്ങൾ ക്രിസ്തുവിൽ കൂടിയാണ്. In Jesus Christ. ഇന്ന് യേശു ക്രിസ്തുവിൽ കൂടിയാണ്. Christ says, ആ ക്രിസ്തു പറയുകയാണ്, I can make it new. ആമേൻ എനിക്കത് പുതിയതാക്കുവാൻ കഴിയും. I don't know what is your situation. ആമേൻ നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. You may say, I'm in bondage. ഓ നിങ്ങൾ പറയാം ഞാൻ ഇപ്പോൾ Some ബന്ധനത്തിലാണ്. of you will say, I'm in curse. ഓ ഞാൻ ഇപ്പോഴും ശാപത്തിലാണ്. I don't know how to come out. എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരുമെന്ന് എനിക്കറിയില്ല. The name of Jesus പക്ഷേ യേശുവിൻ നാമത്തിൽ can bring you out of this. ആമേൻ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. His death, his resurrection ആമേൻ തന്റെ മരണം ഉയർത്തെഴുന്നേൽപ്പ് breaks every yokes of devil. ആമേൻ സകല ശത്രുവിന്റെ നുകത്തെ തകർക്കും. He makes you free from the sin and sinful deceit. ആമേൻ പാപത്തിൽ നിന്നും പാപത്തിന്റെ പ്രലോഭനത്തിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുന്നതാണ്. He can change your old and make something new. ആമേൻ നിങ്ങളുടെ പഴയതിൽ നിന്നും ചിലത് പുതിയതാക്കുവാൻ കഴിയും. Can somebody praise God? എത്ര പേർക്ക് അതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? Paul was writing this. പൗലോസ് ഇത് എഴുതുമ്പോൾ He was writing to the Corinth church. ആമേൻ കൊരിന്ത്യർ സഭയ്ക്ക് വേണ്ടി എഴുതുകയാണ്. That church was known for lot of great things. ആമേൻ ഒരുപാട് ശ്രേഷ്ഠ കാര്യങ്ങൾക്ക് വേണ്ടി അറിയപ്പെട്ട സഭയാണ്. But that church was also known of lot of addictions. ആമേൻ ഒരുപാട് പ്രലോഭനത്തിന് വേണ്ടിയും അറിയപ്പെട്ട സഭയാണ്. That church was full of gift of Holy Ghost. ആമേൻ പരിശുദ്ധാത്മാവിന്റെ ഒരുപാട് ഗിഫ്റ്റ്സ് ഉണ്ട് അവിടെ. They didn't lack any gift. ഒരു കൃപാവരത്തിനും കുറവില്ല. But still they had idolatry. പക്ഷേ അവന്റെ നടുവിലും അവർക്ക് വിഗ്രഹാരാധന ഉണ്ടായിരുന്നു. Still they have
immorality. അതിന്റെ നടുവിലും ഇമ്മോറാലിറ്റി ഉണ്ടായിരുന്നു. They had idol worship. അവർക്ക് വിഗ്രഹാരാധന ഉണ്ടായിരുന്നു. And Paul is writing, അവരോട് പൗലോസ് എഴുതുകയാണ്, if you are in Christ, നിങ്ങൾ ക്രിസ്തുവിലായെങ്കിൽ I want to guarantee you, ഒരു ഉറപ്പ് ഞാൻ തരാം, you cannot be a slave of any addiction. പിന്നെ ഒരു പ്രലോഭനത്തിന്റെയും ബന്ധനത്തിലാകുവാൻ കഴിയില്ല. You cannot remain as a slave of any addiction. പിന്നെ മറ്റൊരു അഡിക്ഷനും ഒരു ബന്ധനത്തിലാകുവാൻ My കഴിയില്ല. Jesus can deliver you. എന്റെ ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയും. Today I can speak to you. ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, if you feel it difficult to come out of any situation, ഏത് സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുറത്തു വരുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും പറയട്ടെ, to certain husbands and wives, let me tell you, നിന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരണമെങ്കിൽ, if there needs to be a transformation in your life, change വരണമെങ്കിൽ, a change in your ചില life, കുടുംബങ്ങളോട് വിളിച്ചു പറയട്ടെ, to certain families, let me tell you, change വരണമെങ്കിൽ, if you need a change, യേശുവിനെ പരമാധികാരം കൊടുക്കുക. give the full sovereign authority to യേശു God. വാഴട്ടെ. Let God reign. യേശു വാഴട്ടെ. Let Jesus reign. യേശു കുടുംബത്തിൽ വാഴാൻ തുടങ്ങിയ, when Jesus begins to reign in your family, സകലത്തിലും അധികാരം ഏറ്റെടുക്കും. he would take control over everything. Hallelujah. Amen. ആധിപത്യം അവന്റെ തോളിൽ മേലിരിക്കും. Amen. The control will be over his shoulder. സമാധാനത്തിന്റെ പ്രഭുവത്രേ. He is the Prince of Peace. Hallelujah. Amen. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can we just praise him? Jesus is a wonderful counselor. Amen. Wonderful counselor. He is the Prince of Peace. സമാധാന പ്രഭു. He is the mighty God. Amen. വലിയ ദൈവം. Government is upon his shoulder. Amen. ആധിപത്യം തന്റെ For us തോളിലാണ്. a child is born. ഇതാ നമുക്ക് ഒരു ശിശു For ജനിച്ചിരിക്കുന്നു. us a son is given. ഒരു മകൻ ലഭിച്ചിരിക്കുന്നു. He is in full authority. Amen. പൂർണ്ണ അധികാരത്തോടുകൂടി. Can somebody praise God today? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? Hallelujah. Hallelujah. Romans 6:4 says, Amen. റോമാലേഖനം 6:4 പറയുന്നു, we were buried with him through baptism into death. സ്നാനത്തിൽ കൂടി നാം അവനോടൊപ്പം അടക്കപ്പെട്ടു. And then how Christ was raised from the dead, എപ്രകാരം ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, we also should walk in the newness of life. നാമും ആ ജീവിതത്തിന്റെ പുതിയ ജീവിതത്തിൽ നാം നടക്കും. And I want to let you know, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, because of Christ, ക്രിസ്തു മുഖാന്തരം sins are forgiven. ആമേൻ, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, Identities are restored, നമ്മുടെ വ്യക്തിത്വത്തെ തിരിച്ചെടുത്തു, and futures are redeemed. ആമേൻ, നമ്മുടെ ഭാവിയെ ദൈവം പുനഃസ്ഥാപിക്കുന്നു. In Lamentation chapter 3 and verse 22 says, വിലാപങ്ങളുടെ പുസ്തകം 3:22-23 വായിക്കുന്നു. this is what says, ആമേൻ, ഇപ്രകാരം പറയുന്നു, through the Lord's mercy we are not consumed. They are, come on everybody, they are, that's what we were singing, they are new every morning. New every morning. Amen. Hallelujah. Great is your faithfulness. Come on everybody say, they are new every morning. That means Sunday morning it's new. Amen. It's not like Saturday morning. Amen. ശനിയാഴ്ച പോലല്ല, ഞായറാഴ്ച അത് പുതിയതാണ്. Monday morning it's again new. Amen. തിങ്കളാഴ്ച അത് വീണ്ടും പുതിയതാണ്. Tuesday morning again new. Amen. ചൊവ്വാഴ്ച അത് വീണ്ടും പുതിയതാണ്. Every day it's a new mercy. Amen. ഓരോ ദിവസവും പുതിയ കൃപയാൽ കരുണയാൽ. You don't have to start Sunday with Saturday's issues. Amen. ശനിയാഴ്ചത്തെ പ്രശ്നം കൊണ്ട് ഞായറാഴ്ച ആരംഭിക്കേണ്ട ആവശ്യമില്ല. You don't have to start Monday with Sunday's issues. Amen. നമുക്കാണെങ്കിൽ ഞായറാഴ്ചത്തെ പ്രശ്നങ്ങൾ കൊണ്ട് തിങ്കളാഴ്ച ആരംഭിക്കേണ്ട ആവശ്യമില്ല. It's new every morning. അത് ഓരോ ദിവസവും പുതിയതാകുന്നു. Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Hallelujah. Hallelujah. Philippians 1:6 says, and I close. ആമേൻ. ഫിലിപ്പിയർക്ക് ലേഖനം 1:6 ഇപ്രകാരം പറയുന്നു, being confident of this very thing, that he who has, come on let's read, he who has begun a good work in you will complete it until the day of Jesus Christ. നിന്നിൽ ഒരു പുതിയ പ്രവൃത്തി ആരംഭിച്ചത് ആ യേശു ക്രിസ്തുവിന്റെ ആ ദിവസം വരെ പൂർത്തീകരിക്കുവാൻ വിശ്വസ്തനത്രേ. I want to let you know, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, your past does not cancel God's promise. ആമേൻ. നിങ്ങളുടെ പഴയകാലം നിങ്ങളുടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മാറ്റുന്നില്ല. Your wilderness does not silence God's voice. നിങ്ങളുടെ മരുഭൂമി ദൈവത്തിന്റെ ശബ്ദത്തെ അടച്ചു വെക്കുന്നില്ല. Your delays does not deny God's plan. ആമേൻ. നിങ്ങളുടെ താമസമെന്നോ അത് ദൈവത്തിന്റെ പദ്ധതി മാറ്റുന്നില്ല. Can I repeat one more time? ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയട്ടെ, your past does not cancel God's promise. നിങ്ങളുടെ കഴിഞ്ഞ കാലം നിമിത്തം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരുന്നില്ല. Your wilderness does not silence God's voice. മരുഭൂമി കാരണം ദൈവത്തിന്റെ ശബ്ദം അത് നിശബ്ദമാകുന്നില്ല. Your delays does not deny
God's plan. നിങ്ങളുടെ മുമ്പിലുള്ള താമസം ദൈവത്തിന്റെ ആ പദ്ധതിയിൽ നിന്ന് എടുത്തു മാറ്റുന്നില്ല. He is a way maker. അവൻ ഇന്നും വഴിയൊരുക്കുന്ന He is ദൈവമാണ്. a miracle worker. ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന He is ദൈവമാണ്. promise keeper. ഇന്നും വാഗ്ദത്തങ്ങൾ Come on, everybody, can you give a big hand to the എത്ര Lord? പേർക്ക് ആ ദൈവത്തെ A big കരങ്ങൾ hand to the ചേർത്തടിച്ച് Lord. ആ കരങ്ങളെ Can I ചേർത്തടിച്ചുകൊണ്ട് speak to you? നിങ്ങളോട് വിളിച്ചു പറയട്ടെ, God is still doing some new ദൈവം beginnings. ഇന്നും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. It's not about your age. ആമേൻ. നിങ്ങളുടെ പ്രായമല്ല, It's not about your experience. നിങ്ങളുടെ അനുഭവ ശ്രേഷ്ഠതയല്ല, He can still do some new things. ഇന്നും പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ Would you കഴിയും. believe that today? ഇന്നതൊന്ന് വിശ്വസിക്കാൻ In your കഴിയുമോ? ministry, നിങ്ങളുടെ in ശുശ്രൂഷയിൽ, your life, നിങ്ങളുടെ in ജീവിതത്തിൽ, your family, നിങ്ങളുടെ കുടുംബത്തിൽ, among your children, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, in your career, നിങ്ങളുടെ ജോലിയിൽ, in your education, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, in every realms of your നിങ്ങളുടെ life. ജീവിതത്തിലെ ഏത് മണ്ഡലത്തിലും He is doing something new. ആമേൻ ചില പുതിയതൊന്ന് ദൈവം ചെയ്യുകയാണ്. He's a way maker. ആമേൻ ഇന്നും വഴിയൊരുക്കുന്ന He's a ദൈവം. promise keeper. ആമേൻ പദ്ധതികൾ നിലനിർത്തുന്ന He's a ദൈവം. miracle worker. ആമേൻ അത്ഭുതങ്ങൾ Can ചെയ്യുന്ന you all ദൈവം. rise up in the presence of the ഒന്ന് Lord? എഴുന്നേറ്റ് നിൽക്കുവാൻ I want കഴിയുമോ? every eyes to be എല്ലാ closed. കണ്ണുകളും നടന്നിരിക്കട്ടെ. For a minute, every eyes to be closed. എല്ലാ കണ്ണുകളും ഒരു നിമിഷം If you നടന്നിരിക്കട്ടെ. believe this for today, നിങ്ങൾ ഇന്നത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ it's not going to end up with December ആമേൻ ഈ 31st. 31 കൊണ്ട് അവസാനിക്കുകയല്ല. It's not going to end up with 31st. ആമേൻ 31 കൊണ്ട് അവസാനിക്കുകയല്ല. But it's continuing. പക്ഷെ അത് തുടരുകയാണ്. Every eyes to be closed. എല്ലാ കണ്ണുകളും Would you അടഞ്ഞിരിക്കട്ടെ. lift your hands ആ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് and you ഉയരട്ടെ. sing together? എന്നിട്ട് നമുക്കൊന്ന് ചേർന്ന് Sing പറയാം. as you believe. വിശ്വസിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് പാടാം.